കോഴി മുളകിട്ടത്, ചമ്മന്തി, കാന്താരി ചമ്മന്തി പൊടിയാണ്. ഇത് 2 കിലോന് അരിക്കുള്ള നെയ്ച്ചോറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കാന്താരിന്റെ ചമ്മന്തി ഇതിനെ കൂടെ സ്പെഷ്യലാണ്. എല്ലാവർക്കും നമസ്കാരം, സുൽത്താനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വൈത്തിരി ആൽഫ ജംഗിൾ റിസോർട്ടിലാണെന്നുള്ളത്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും അവരുടെ ഫാമിലി എല്ലാം കൂടിയും ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെയുള്ള ചെറിയ വിശേഷങ്ങളും നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഫുഡ് ഇതൊക്കെയാണെന്ന് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉള്ളത്. അപ്പോൾ നമുക്കിന്ന് നെയ്ച്ചോറും കോഴി മുളകിട്ടതും കുറച്ച് സംഭവങ്ങൾ ഇവിടെ വരുന്ന വഴിക്ക് പിന്നെ കാട്ടിലുള്ള കാന്താരി കിട്ടി. നമ്മളെ നാട്ടിലെ ചീരാമുളക് എന്ന് പറഞ്ഞ കാന്താരിയും കിട്ടി. അതും വെച്ചിട്ട് നമ്മൾ ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കാനുള്ള പരിപാടിയും ഇന്നത്തെ നമ്മളെ ഫുഡ് പരിപാടി എല്ലാം കൂടിയാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മളെ ടീമുണ്ട്. ഇതാ ലിജു ഉണ്ട്, അബ്ദുൾ റഷീദ്, ലിജു അല്ല അബ്ദുൾ റഷീദ്, സമീർ, സാദിഖ്, അവരുടെ ഫാമിലീസ് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ടീംസൊക്കെ ഉണ്ട്. ഇവരെല്ലാവരും കൂടിയാണ് ഇങ്ങോട്ട് വന്നത്. ഈ റിസോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ റിസോർട്ടിൽ ഞാൻ മേലെ ഭാഗത്താണുള്ളത്. വേറെ 2 കോട്ടേജുകളുണ്ട്. ആ കോട്ടേജിൻ്റെ അടുത്തായിട്ട് ഒരു ഇതുപോലൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. ഇത് നാച്ചുറൽ പൂളാണ്. അപ്പോൾ ഇവിടെ ഇപ്പം വെള്ളം വെക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഒഴിവാക്കി വെച്ചിരിക്കുകയാണ്. ഈ മലൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു കൂട്ടമായിട്ടുള്ള ഒരു സംഭവം. ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ ഇത്ര ഒരു സംഭവം കിട്ടില്ല. ഈ ഇതിൻ്റെ മേലേക്ക് വരാം, ഉൾക്കാട്ടിൽ കൂടെ ഒന്ന് സഞ്ചരിക്കാം. വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഒരു റീസണബിളായ റേറ്റിന് നമുക്ക് ഇവിടെ കിട്ടും. താമസിക്കുന്നത് റിസോർട്ടിൻ്റെ താഴെ ഭാഗത്ത്, അതായത് ഒന്ന് കയറി വന്ന് എൻട്രൻസ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പിന്നെ ഇവിടെ 4 ബെഡ്റൂമുണ്ട്. പിന്നെ താഴത്തും 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഒരു 8 ഫാമിലിക്ക് നമുക്ക് സുഖമായിട്ട് വന്ന് താമസിക്കാം. ഒരു 3 4 ഫാമിലി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സുഖം കിട്ടുള്ളൂ, ഈ ഒരു സംഭവം കിട്ടുള്ളൂ ഇവിടെ. പിന്നെ അത് അവിടെ ഒരു പാടി ടൈപ്പ് ഒരു 3 എണ്ണം ഇവിടെ കാണുന്നുണ്ട്. അത് പഴയ ബ്രിട്ടീഷുകാരുണ്ടാക്കിയാണ്. അവിടുന്ന് വരുന്ന സമയത്ത് കുറച്ച് കാന്താരി കിട്ടിയിരുന്നു, കാട്ടുകാന്താരി. അപ്പോൾ അതും വെച്ചിട്ട് ഒരു ചമ്മന്തി കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. കോഴിക്കറി ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ടാക്കാനുള്ള നെയ്ച്ചോറ്, കോഴിക്കോട് സ്പെഷ്യൽ നെയ്ച്ചോറാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അത് നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞത് സെറീന സാദിഖാണ്. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഇവിടെ ആദ്യം തയ്യാറാക്കുന്നത്. നെയ്ച്ചോറിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ ക്യാരറ്റ്, എത്ര ക്യാരറ്റ് ഉണ്ട്? ഇത് 2 കിലോന് അരിക്കുള്ള നെയ്ച്ചോറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് 2 ക്യാരറ്റ്, 2 ഉള്ളി, കുറച്ച് ഏലക്ക, കുറച്ച് പൂവ്, കുറച്ച് കറുവാപ്പട്ട, ഗ്രാമ്പൂ, പിന്നെ അതിലേക്കുള്ള 2 കിലോ അരി. 2 കിലോ അരി, പിന്നെ ആശീർവാദിന്റെ നെയ്യ്, കുറച്ച് ഡാൽഡ, കുറച്ച് സൺഫ്ലവർ ഓയിൽ. ഇത്രയാണ്. ആദ്യം നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ. ആദ്യം സൺഫ്ലവർ ഓയിൽ കുറച്ച് വെച്ചെടുക്കല്ലേ? എത്ര ഉണ്ടാവും സൺഫ്ലവർ ഓയിൽ ഏകദേശം ഒന്ന് പറയാൻ പറ്റുമോ? 250 സൺഫ്ലവർ ഓയിൽ. 250 സൺഫ്ലവർ ഓയിൽ. അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഡാൽഡ ഇട്ട് കൊടുക്കാം. ഡാൽഡ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് ഡാൽഡ ഒരു 50 ഗ്രാം. 50 ഗ്രാമിൽ കൂടുതൽ ഉണ്ടാവില്ലേ? 50 ഗ്രാം ഉണ്ടാവും. 50 ഗ്രാം ഉണ്ടാവുന്നതാണ് പറയുന്നത്. കുറച്ച് പിന്നെ ആശീർവാദിന്റെ നെയ്യിലെ നെയ്യ്. ഇത് നെയ്ച്ചോറ് പല ആളുകളും പല ടൈപ്പിലായിരിക്കും ഉണ്ടാക്കുക. അത് നമ്മളെ കോഴിക്കോടൻ സ്റ്റൈലാണ് ഇപ്പോൾ നമ്മളിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് സെറീനാണ്. ഇനി ആവശ്യമുള്ള സംഭവങ്ങൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. ആദ്യം ഏലക്ക അല്ലേ? ഏലക്ക, ഗ്രാമ്പു, പട്ട, പിന്നെ അത് കഴിഞ്ഞ് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. സ്പൈസസ് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് സവാള ആഡ് ചെയ്യാം. സവാള ആദ്യം കൊടുക്കുന്നല്ലേ? ആദ്യം സവാള ആഡ് ചെയ്യാം. സവാള കൊടുത്തു. ഇനി അതൊന്ന് വാടി വരല്ലേ? ഒരു ഓവർ കളർ വരണ്ട, ലൈറ്റ് നോക്കാം. ഉള്ളി ഏകദേശം ഈ ഒരു പരിവായാൽ മതി. നമുക്ക് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് ആഡ് ചെയ്ത്. ക്യാരറ്റ് നല്ല വെയിറ്റോ അതെങ്കിലും ഇതേപോലെ ഒന്ന് വാടി വന്നാൽ മതി. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ അതിൽ കിടന്ന് ബാക്കിയുള്ള വേവായിക്കോളും. അരി നമ്മൾ 2 കിലോ എടുത്ത് വെള്ളത്തിലിട്ട് പുതർത്തി വെച്ച് കുറെ വെക്കുന്നുണ്ട്. വെള്ളത്തിലില്ല, ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് അത് പിന്നെ ശബ്ദം നല്ല കുരങ്ങന്മാരിന്റെ മേലെ കിട്ടും. അതുകൊണ്ടാണ് ശബ്ദം വരുന്നത്. 2 കുറെ വെച്ച് ഊറ്റി വെച്ചിരിക്കാനല്ലേ? ഊറ്റി വെച്ച് വെള്ളം ഫുള്ള് ഡ്രെയിൻ ചെയ്ത് വെച്ചതാണ്. ഇനി നമ്മൾ ഇതിന്റെ തൊട്ടടുത്ത് വെള്ളം നെയ്ച്ചോറിലേക്കുള്ള വെള്ളം ഇവിടെ തൊട്ടടുത്ത് റെഡി ആയിക്കൊണ്ടിരുന്നത് തിളക്കുന്നുണ്ട്. എനിക്ക് പറയാൻ മറന്നു കേട്ടോ. തിളക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഊറ്റിയെടുക്കുന്നത് അത് അളന്ന് 2
കിലോയിലേക്കുള്ള അളവ് വെള്ളമായിട്ടാണ് വെള്ളം നമ്മൾ എടുക്കുക. ഓക്കെ, അത് പാത്രത്തിന്റെ അളവാണോ അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് അരി അളന്നിട്ടുള്ള ആ പാത്രത്തിന് അതിന്റെ ഡബിൾ വെള്ളം എടുക്കും. അതാണ് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വെള്ളത്തിലേക്ക് നമ്മള് കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കല്ലുപ്പാണ് നിങ്ങൾ ഇടുന്നല്ലേ? കല്ലുപ്പിന് അതിന്റെ ടേസ്റ്റ് ഉണ്ടാവില്ലേ? കല്ലുപ്പാണ് നല്ലത് പൊടിപ്പിനേക്കാളും. കല്ലുപ്പ് തന്നെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അവിടെ കല്ലുപ്പിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ നെയ്ച്ചോറിനുള്ള വെള്ളം. പിന്നെ ഇത് അവിടെ അതിനുള്ള മസാല, അതിനുള്ള എന്താ മസാല എന്നല്ല പറയാം, ആ സംഭവം ഇവിടെ റെഡി ആവുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പം നല്ല നെയ്ച്ചോറായിട്ട് വരും. അപ്പോൾ അതിലേക്കുള്ള അരി നമ്മൾ ആഡ് ചെയ്തിട്ട് ഇത് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. വറുത്തെടുത്തിട്ട് നല്ലോണം വറുത്തെടുക്കും. എന്നിട്ട് ശേഷം അതിലേക്ക് വെള്ളത്തിൽ വരുന്നില്ലേ? വറുത്തെടുക്കണതിന്റെ സീക്രട്ട് എന്താ വെച്ചാല് നല്ല നെയ്ച്ചോറായിരിക്കും. ഓക്കെ, അതാണ് അതിന്റെ പ്രത്യേകത. അങ്ങനെ സ്റ്റിക്കി ആയിട്ടൊന്നും ഉണ്ടാവില്ല. അതെ, അതെ. അപ്പോൾ നമുക്ക് ഈ വിവരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത് ശരിയാണ്. 5 to 10 minutes വരെ നമുക്ക് എന്തിങ്ങനെ വറുത്തെടുക്കുമ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിലാവും. നമുക്ക് തൊടുമ്പോ ആ ഒരു ഫീൽ ഉണ്ടാവും. വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇങ്ങോട്ട് ഒഴിക്കുന്നില്ലേ? അങ്ങോട്ട് ഇടല്ലേ? ഇതിലേക്ക് ഈ വെള്ളം നമ്മൾ തിളപ്പിച്ച് നല്ല തിളച്ച വെള്ളം ആയിരിക്കണം. ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയാം. ഈ ബിരിയാണി നെയ്ച്ചോറ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ സെറീന സാദിഖ് എന്ന് പറഞ്ഞിട്ട് ആൾ വലിയ ആളാണ് കേട്ടോ. ഇൻസ്റ്റയിലൊരു വലിയ പേജൊക്കെ ഉണ്ട്, കേക്ക് ടൗൺ എന്ന് പറഞ്ഞാൽ. കേക്ക് ടൗൺ ആണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് തന്നെ ഒരു യൂട്യൂബ് ചാനലും തുടങ്ങണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ പ്രൊമോഷൻ ഞാൻ തന്നെ എനിക്ക് അധികം ചെയ്യാം. ഞാൻ അതിൻ്റെ പൈസ ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള അടുത്ത് തന്നെ വരുന്നതാണ്. അപ്പോൾ അതും കൂടി നിങ്ങൾ സഹിക്കേണ്ടി വരും. എന്താണ് ഭംഗിയിലെ കാണാൻ. അതിങ്ങനെ പച്ച തിള വന്നോണ്ടിരിക്കുകയാണ്. ഓക്കെ, തിളച്ച് എത്ര സമയം അങ്ങനെ? ഇത് ഇനിയിപ്പോൾ നമുക്ക് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് ഗ്യാസ് സിമ്മിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, അതുവരെ 10 മിനിറ്റ് ആണല്ലേ ടൈം? 10 മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ്. ഏകദേശം ഒരു 10 മിനിറ്റ് ആയി കാണും. ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം ഈ ഒരു കോലത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അടിപൊളിയായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. കഴിക്കാനത് ഉണ്ടായാൽ അതൊക്കെ ഉണ്ടാവില്ലേ? ഓക്കെ, ഒന്നും കൂടി ഇളക്കി. ഓക്കെ, ഇനി ഇത് വേകുന്ന ഒരു സമയം ഒരു 15 മിനിറ്റ് വരെ നമുക്കിത് ഓപ്പൺ ചെയ്യാതെ ഈ ഒരു സിമ്മിലായിട്ട് ദമ്മിൽ വെക്കും. നമ്മൾ ബിരിയാണിക്ക് ദമ്മിൽ വെക്കണേ. അതെ, അത് മേലെ ഒരു വെയിറ്റ് എന്തെങ്കിലും വെക്കാം. എന്നിട്ട് നമുക്കത് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്താൽ മതി. പിന്നെ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാ ഇവിടെ കാന്താരി, അത് കാട്ടുകാന്താരി. നമ്മുടെ നാട്ടിൽ ചീരാമുളക് എന്ന് പറഞ്ഞ സാധനം. കാട്ടുകാന്താരിന്റെ ചമ്മന്തി ഇതിനെ കൂടെ സ്പെഷ്യലാണ്. അപ്പൊ ആരാണ് കാന്താരിന്റെ ചമ്മന്തി ഉണ്ടാക്കുന്നത്? ശരിയാണല്ലോ. നിങ്ങൾ ആരും ഉണ്ടാക്കാൻ തയ്യാറല്ലല്ലോ? ഇല്ല, നിങ്ങൾ അവിടെ ഇരുന്നുണ്ടെങ്കിൽ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമ്മൾ കാന്താരി ചമ്മന്തി സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ. അപ്പൊ കാന്താരി ചമ്മന്തി നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നതും സെറിയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഉള്ള മുകളിൽ വെയിറ്റ് വെക്കാന്നുണ്ട്. വെയിറ്റ് വെച്ചിട്ട് അമ്മിക്കുട്ടിയുടെ അവിടെ എടുത്തോണ്ട് ഇങ്ങനെ ഇവിടുന്ന് കിട്ടിയത് എടുത്തോണ്ട് വെച്ചാണ്. ഇനി അടുത്ത് നേരെ നമ്മൾ പോകുന്നത് കാട്ടുകാന്താരി സ്പെഷ്യൽ ചമ്മന്തി. അതിന്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചെറുള്ളി, വെളുത്തുള്ളി, കാന്താരി മുളക്, പുളി, ഉപ്പ്, പൊടിയുപ്പ്, ഒരു തേങ്ങ മുഴുവൻ. ഓക്കെ, നേരെ തുടങ്ങാം. ആദ്യം എന്താ ചെയ്യാൻ പോണേ? ആദ്യം നമുക്ക് കുറച്ച് കാന്താരി മുളക് അതിലേക്ക് ഇടും. പിന്നെ പുളി ഇട്ടു. പിന്നെ ഉള്ളി വെളുത്തുള്ളി ഇട്ടിട്ട് ഇതാദ്യം ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം. അതിനുള്ള പരിപാടിയാണ്. ഓക്കെ, അതിലേക്ക് ബാക്കിയുള്ള തേങ്ങ നമുക്ക് ആഡ് ചെയ്യാം. ഉപ്പും അതിൽ തന്നെ ഉപ്പ് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് വെക്കാം. മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. അടിപൊളിയായിട്ട് നെയ്ച്ചോറൊക്കെ വെന്ത് സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ? അടിപൊളിയായിരിക്കും കേട്ടോ. കഴിക്കാനും അതുപോലെ തന്നെ ആയിരിക്കും. ഇനി അടുത്തത് കാന്താരി. ഇതിന് കുറച്ച് എരിവ് കുറവാണെന്ന് തോന്നുന്നു. നമുക്ക് 4 കാന്താരിയും കൂടി പറിച്ചു തരാം. ഓക്കെ, അതാ ഇവിടെ ഉണ്ട് കാന്താരി. നമ്മൾ ഇവിടെ നിന്ന് തന്നെ ലൈവ് പറിച്ചു കൊണ്ടുപോകണേ. അവർക്ക് കൊണ്ടുപോയി കൊടുക്കാം. കുറച്ച് കാന്താരി പറിക്കാം. ചുവപ്പുള്ളൊക്കെ എടുക്കാം. കാണാൻ നല്ല ഭംഗി ഉണ്ടായിക്കോട്ടെ. ഈ കാന്താരി കണ്ടില്ലേ? ഇത്ര ഈ കാണാൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അതാ ചെറുതാണ്, വളരെ ചെറുതാണ്. ചെറുത് പറഞ്ഞതാ ഇത്രയേ ഉള്ളൂ.
ഇത്രയും കാന്താരി ഉണ്ടാവില്ല എന്നാണ് ഇവർ പറഞ്ഞു. ഞാൻ ഇവിടെ റിസോർട്ട് നടത്തുന്ന അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് ഒറിജിനൽ കാന്താരി ഇതാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറച്ചും കൂടിയും കാന്താരി പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതാ കാന്താരി ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ നാട്ടിലെ ചീരാമുളക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എരിവ് കുറവാണെന്ന് പറഞ്ഞിട്ട് ഇതാ ഇത്രയും കൂടി നമ്മൾ ഇതിലേക്ക് ചീരാമുളക് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കാന്താരി മുളക് ഇട്ടിട്ടുണ്ട്. കാട്ട് കാന്താരി നമുക്ക് അടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് നുള്ളി നോക്കരുത്, നേരത്തെ എരിവ് കുറവായിരുന്നു. ഇപ്പോഴാണ് സംഭവം സൂപ്പർ, അടിപൊളി. കാണാനൊന്നും വലിയ ഭംഗിയില്ലല്ലേ, പക്ഷേ അടിപൊളി സംഭവമായിരിക്കും. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയുണ്ട്. ഏത് കാന്താരി ഇട്ടും ടെസ്റ്റ് ചെയ്യും. ഇരിക്കാനുള്ള പരിപാടിയാണ്. കുറച്ചാളുണ്ട്. അടിപൊളി ആകെ കട്ട് ചെയ്ത് കൊണ്ടുവന്നാണ്. ഇതിന് മസാല രാവിലെ തേച്ച് വെച്ചുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മസാല എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചത് എന്നുള്ളത് നമുക്ക് പിന്നെ ശരിയാണ് പറഞ്ഞുതരും. ഓക്കെ, ഇതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ പെരിഞ്ജീരകം, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഗരം മസാല, പിന്നെ കുറച്ച് സുർക്ക, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സാക്കി കായം തേച്ചിട്ട് ഒരു 2-3 മണിക്കൂർ ഇങ്ങനെ വെക്കണം. എന്നതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയിൽ ഇത് പൊരിച്ചെടുക്കാം. അപ്പോൾ മീൻ പൊരിക്കാൻ പോകുന്നത് ഞാൻ തന്നെ കേട്ടോ. മീൻ പൊരിക്കാൻ അവരെ ഞാനും എന്നെ സപ്പോർട്ട് ചെയ്യാൻ സായിക്കുണ്ട്. സായിക്കും ഞാനും കൂടിയാണ് മീൻ പൊരിക്കുന്നത്. സായിക്കിൻ്റെ വൈഫാണ് അപ്പോൾ ബാക്കി ഇത്ര കാര്യങ്ങൾ ചെയ്തു തന്നിരുന്നത്. ശരിനാ. അപ്പോൾ മീൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. മീൻ പൊരിക്കുന്നുണ്ട്. അട്ടി ഇതിൻ്റെ നോൺ സ്റ്റിക്കൊക്കെ പോയിട്ടുണ്ട്. അതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടി പിടിക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് നമ്മളെ ഗൾഫിൽ ജോലി ചെയ്തപ്പം പഠിച്ച പണിൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. പൊടിഞ്ഞിട്ടുണ്ടോ? പൊടിയാൻ ചാൻസ് ഇല്ല. വെന്ത് നോക്കിയിട്ട് ഇത് പറയാം. ഉണ്ടാക്കാം, വന്നുകൊണ്ടിരിക്കുന്നു. നൈറ്റ് ഈ തന്നെ മതി. അപ്പോൾ നമ്മൾ നേരത്തെ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ കോഴി മുളകിട്ടത്. കോഴി മുളകിട്ടതും ഇവിടെ മീൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നത് മഹാനായ ഞാനവറുകൾ തന്നെയാണ് മീൻ പൊരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അവർ നെയ്ച്ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായി ഭക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ആദ്യം കൊടുക്കുകയാണ്. കുറച്ച് ഞാനിവിടെ മീൻ പൊരിച്ച് അരച്ചോ. അരച്ചിട്ട് എത്ര പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയും ബാക്കി പൊരിക്കാൻ ഇത്രയും ഉണ്ട്, പൊരിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കാൻ ഇന്നത്തെ വിഭവം നെയ്ച്ചോറ്, ആഗോലി പൊരിച്ചത്, കോഴി മുളകിട്ടത്, തൈര്, പപ്പടം, നമ്മളെ കാന്താരി ചമ്മന്തി. കുട്ടികളൊക്കെ നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ചു. അവരെല്ലാം കളി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിനി ഭക്ഷണം കഴിക്കട്ടെ, അവരവിടെ കളിക്കട്ടെ. പപ്പടം, മീൻ പൊരിച്ചത്, കോഴി മുളകിട്ടത്, ചമ്മന്തി, കാന്താരി ചമ്മന്തി. ആ കുഴപ്പമില്ല, അതിലേക്ക് ഇറങ്ങിക്കോ. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. ഓഫ് റോഡാണ്. നമ്മൾ ഒരു ബ്രാസയും ഒരു അൾട്ടോ ആണ്. ഇന്ന് അൾട്ടോ നമ്മൾ താഴെ നിർത്തിയിട്ട് ഇത് കണ്ടല്ലോ, ഫുൾ ഫോറസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ വണ്ടി താഴ്ന്ന് വിളിച്ചു വന്നിരുന്നു. 500 രൂപയാണ് ഇങ്ങോട്ട് കയറാൻ. 4 കിലോമീറ്റർ ഉണ്ടാവും ഓഫ് റോഡിൽ. ഇനി അവരെ റിസോർട്ടിൻ്റെ പാക്കേജ് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ പേഴ്സണലി അറിയുന്നതുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വില ഒന്നും നമുക്ക് എത്രയാണെന്ന് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു വരികയാണെങ്കിൽ ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് കാണിച്ചു തരുന്നത്. ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം. അതുവരെ ബൈ.